ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് നിയർ പോയിന്റ് ആൻഡ് ഫാർ പോയിന്റിനെ കുറിച്ചിട്ടാണ്. ട്രൈ റീഡിംഗ് എ ബുക്ക് ബൈ ഹോൾഡിംഗ് ഇറ്റ് ക്ലോസ് ടു യുവർ നോസ്. നമ്മുടെ നോസിനോട് നമ്മുടെ മൂക്കിനോട് അടുപ്പിച്ച് ഒരു ബുക്ക് പിടിച്ചിട്ട് നമുക്ക് വായിക്കാൻ പറ്റുമോ? ക്യാൻ യു സീ ദ ലെറ്റേഴ്സ് ക്ലിയർലി? നമുക്ക് ആ ബുക്കിലുള്ള ലെറ്റേഴ്സ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. വാട്ട് ഇഫ് യു മൂവ് ദ ബുക്ക് എവേ? നമ്മൾ പതുക്കെ ആ ബുക്ക് ബാക്കിലോട്ട് നീക്കുകയാണെങ്കിൽ നമുക്ക് പതുക്കെ ആ ഒരു ലെറ്റേഴ്സ് ക്ലിയർ ആവാൻ തുടങ്ങും. സ്ലോലി ഇറ്റ് ബിക്കംസ് ക്ലിയർ. അതെ, എത്രത്തോളം അകലെ പിടിക്കുന്നു അല്ലെങ്കിൽ ആ മൂക്കിനോട് എത്രത്തോളം ഒന്ന് അകലെ നീക്കിക്കൊണ്ട് പോകുന്നു അത്രയും ദൂരമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ ലെറ്റേഴ്സ് ക്ലിയർ ആവാൻ തുടങ്ങും. അപ്പൊ ഒരു ഹെൽത്തി ഐ ഒരു ആരോഗ്യമുള്ള കണ്ണിന് എത്ര ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഒബ്ജക്റ്റും അതും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം? ക്ലിയർ വിഷന് 25 സെന്റിമീറ്റർ. പരീക്ഷയ്ക്ക് വരൂട്ട. മിനിമം ഡിസ്റ്റൻസ് ഫോർ ദ ക്ലിയർ വിഷൻ. ഒരു ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നമ്മുടെ കണ്ണും ആ ഒബ്ജക്റ്റും തമ്മിൽ 25 സെന്റിമീറ്റർ അകലെങ്കിലും വേണം. ഇനി ഏത് പോയിന്റ്, അടുത്തുള്ളൊരു പോയിന്റിൽ നമുക്ക് ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് നിയർ പോയിന്റ്. ദ നിയറസ്റ്റ് പോയിന്റ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്റ്റ് ക്യാൻ സീൻ ക്ലിയർലി ഇസ് ദ നിയർ പോയിന്റ്. ഏറ്റവും അടുത്ത് ഒബ്ജക്റ്റ് വെക്കുമ്പോൾ നമുക്ക് ഏത് പോയിന്റിലാണോ അതിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് നിയർ പോയിന്റ്. അകലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് അകലുള്ള ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫർദസ്റ്റ് പോയിന്റ്. ദിസ് ഡിസ്റ്റൻസ് ഈസ് കൺസിഡർഡ് ടു ബി ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അനന്തത വരെ നീണ്ടു പോവാം. ഇനി വിൽ ദ നിയർ പോയിന്റ് ആൻഡ് ഫാർ പോയിന്റ് ബി എലൈക്ക് ഫോർ എവരി വൺ? ഈ നിയർ പോയിന്റും ഫാർ പോയിന്റും ഒക്കെ എല്ലാ മനുഷ്യർക്കും ഒരേപോലെയാണോ? അല്ല, ഒരേപോലെ അല്ല. അത് വ്യത്യസ്ത രീതിയിലായിരിക്കും. പല മനുഷ്യരായതുകൊണ്ട് പല വ്യത്യസ്ത രീതിയിലായിരിക്കും നിയർ പോയിന്റും ഫാർ പോയിന്റും വരുന്നത്. എന്നാൽ മിനിമം ഡിസ്റ്റൻസ്, ക്ലിയർ വിഷനുള്ള മിനിമം ഡിസ്റ്റൻസ് 25 സെന്റിമീറ്റർ ആണ്. അതൊരു ഹെൽത്തി ഐസിന്റെ പ്രത്യേകതയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് ഷോർട്ട് സൈറ്റഡ്നെസ്. ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് അടുത്തുള്ള ഇത്തരം കണ്ണിന്റെ ഡിഫക്റ്റ് ഉള്ള ആൾക്കാർക്ക് അടുത്തുള്ള ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും, എന്നാൽ അകലുള്ള ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല. പിന്നെ അതിന്റെ മറ്റൊരു പേരാണ് മയോപ്പിയ. ഇനി മലയാളത്തിലൊരു പേരെന്താണ്? ഹ്രസ്വദൃഷ്ടി. അതായത് വളരെ അടുത്തുള്ള ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പൊ 3 വാക്കുകൾ നമ്മൾ പഠിച്ചു: ഷോർട്ട് സൈറ്റഡ്നെസ്, മയോപ്പിയ, അതുപോലെ തന്നെ ഹ്രസ്വദൃഷ്ടി. ഇനി നോക്കി, സം പീപ്പിൾ ക്യാൻ സീ നിയർ ബൈ ഒബ്ജക്റ്റ്, കണ്ട, ബട്ട് ക്ലിയർലി ബട്ട് കനോട്ട് സീ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്. ദിസ് ഡിഫക്റ്റ് ഓഫ് ദ ഐ ഈസ് നോൺ ആസ് ഷോർട്ട് സൈറ്റഡ്നെസ്. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. ഇനി ഈ ഒരു ഫിഗർ നോക്കി, ഈ ആദ്യത്തെ ഫിഗറിൽ ഇതാണ് നമ്മുടെ കണ്ണ്. ഇവിടെ അകലത്തിൽ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സാധാരണ നമുക്കൊരു ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കണമെങ്കിൽ ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ എവിടെ വന്ന് വീഴണം? റെറ്റിനയിൽ. കറക്റ്റ് റെറ്റിനയിൽ വന്ന് ഫോൾ ചെയ്താൽ മാത്രമേ ഈ റെറ്റിനയിൽ ഇമേജ് ഫോർമേഷൻ നടന്ന് നമുക്ക് ആ ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഇവിടുത്തെ ഈ ഒരു കേസിൽ, ഷോർട്ട് സൈറ്റഡ്നെസിന്റെ കേസിൽ, ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റ് റേ കണ്ണിന്റെ ലെൻസിൽ കൂടെ കടന്ന് ഇവിടെയാണ് റെറ്റിന. ഈ റെറ്റിനയുടെ നേരെ മുമ്പിലായിട്ട് ഫോൾ ചെയ്യും. കണ്ട, ഇവിടെ ഇതിന് റെറ്റിന എന്ന് പറയുന്നത്. ഈ റെറ്റിനയുടെ നേരെ മുമ്പിൽ, റെറ്റിനയിലല്ല വന്ന് വീഴുന്നത്, റെറ്റിനയുടെ നേരെ മുമ്പിലായിട്ട് വന്ന് വീഴും. അപ്പോൾ ഇമേജ് ഫോർമേഷൻ റെറ്റിനയിൽ നടക്കില്ല. സോ നമുക്ക് ആ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല. അതിന് രണ്ടാമത്തെ പോയിന്റ്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫർദസ്റ്റ് പോയിന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫർദസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ വളരെ അകലത്തിൽ, അകലം എന്ന് ഉദ്ദേശിച്ചത് തന്നെ ഇൻഫിനിറ്റിനെയാണ്. അപ്പൊ അനന്തതയിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ, നമുക്ക് ഏറ്റവും അകലത്തിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ ഫർദസ്റ്റ് പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ ഈ ഒരു കേസിൽ, നമ്മുടെ ഈ ഷോർട്ട് സൈറ്റ്നെസ് ഉള്ള ആൾക്കാരുടെ കേസിൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. കുറച്ച് ദൂരം പിന്നിട്ടിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് അകലത്തിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ കാര്യമാണ് ഇവിടെ എടുക്കുന്നുള്ളൂ. അടുത്തൊരു കാര്യം നോക്കിയേ, ഐബോളിന്റെ സൈസിന് എന്ത് സംഭവിക്കും? ഐബോളിന്റെ സൈസ് കൂടും, അതുപോലെ ലെൻസിന്റെ പവർ കൂടും. ഇത് രണ്ടും കൂടാ എന്ന് പറയുക, ലെൻസിന്റെ പവർ കൂടാ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം ഇവിടെ നടക്കും, ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. അപ്പൊ അതൊന്ന് ആലോചിച്ചാൽ കിട്ടും. 2 കാര്യം ഇവിടെ കൂടുന്നു, ഐബോളിന്റെ സൈസ് കൂടുന്നു, അതുപോലെ തന്നെ ലെൻസിന്റെ പവർ കൂടുന്നു, അതോടൊപ്പം ഫോക്കൽ ലെങ്ത് കുറയുന്നുണ്ട്. ഇനി ഇത് പരിഹരിക്കുന്ന ഒരു ലെൻസ് ഏതാണ്? അടുത്ത ചോദ്യം പരീക്ഷയ്ക്ക് വരുന്നതാണ്. കോൺകേവ് ലെൻസ് ആണ് ഇത് പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കണ്ട, ഇത് പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് കേട്ടാ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടാ, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ലോങ് സൈറ്റഡ്നെസ്, ഹൈപ്പർമെട്രോപ്പിയ അഥവാ ദീർഘദൃഷ്ടി.
ഈ 3 വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഡിഫക്റ്റ് ഉള്ള ആൾക്കാർക്ക്, ഇത്തരം ഡിഫക്റ്റ് ഉള്ള ആൾക്കാർക്ക് അകലുള്ള ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും, എന്നാൽ അടുത്തുള്ള ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല. ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അകലുള്ള ഒബ്ജക്റ്റിനാണ് ഇവർക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുക. ഇനി നമ്മൾ വേറെ എന്തൊക്കെയാണ് പഠിച്ചത്? ഈ ഒരു ഫിഗറിൽ നോക്കി അടുത്തുള്ള ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഈ ലെൻസിൽ കൂടെ ഈ ലൈറ്റ് റേ വന്നിട്ട് ഇതിന് റെറ്റിനയുടെ ബാക്കിലായിട്ട് ബിഹൈൻഡ് ദ റെറ്റിനയിലായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഷോർട്ട് സൈറ്റഡ്നെസ്സിൽ നമ്മൾ പറഞ്ഞു റെറ്റിനയുടെ ഫ്രണ്ടിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെയും റെറ്റിനയുടെ ബാക്കിലായിട്ടായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്, അപ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് ഒബ്ജക്റ്റിനെ കാണാൻ സാധിക്കില്ല. എന്നാൽ ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത് ഒന്നുകൂടി അകലത്തിലായതുകൊണ്ട് കറക്റ്റ് ഇതിൽ നിന്ന് വരുന്ന ആ ഒരു റേ അല്ലെങ്കിൽ ലൈറ്റ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് റെറ്റിനയിൽ തന്നെയായിരിക്കും, അതുകൊണ്ട് നമുക്ക് ആ ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇത്തരം ഡിഫക്റ്റ് ഉള്ള പേഴ്സൺസിന്റെ നിയറർ പോയിന്റ് എന്ന് പറഞ്ഞത് 25 സെന്റിമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും. അതായത് ഒരു ഹെൽത്തി ഐ ഉള്ള ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏത് സെന്റിമീറ്ററിലാണ്? 25 സെന്റിമീറ്റർ ഒബ്ജക്റ്റ് വെക്കുമ്പോഴാണ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുക, അല്ലെ? പക്ഷെ ഇത്തരം ആൾക്കാർക്ക്, ലോങ് സൈറ്റഡ്നെസ് ഉള്ള ആൾക്കാർക്ക് 25 സെന്റിമീറ്ററിനേക്കാളും അകലെയായിരിക്കും, അല്ലെങ്കിൽ 25 സെന്റിമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും ഇവിടുത്തെ നിയർ പോയിന്റ് എന്ന് പറഞ്ഞത്. അതുപോലെ ഐബോളിന്റെ സൈസ് ഇവിടെ സ്മോളർ ആയിരിക്കും. ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞത് കുറവായിരിക്കും. ലെൻസിന്റെ പവർ കുറവാണെങ്കിൽ ഫോക്കൽ ലെങ്ത് അവിടെ കൂടിയിരിക്കും. ആ ഒരു കാര്യം ഒന്ന് വെറുതെ ഓർത്ത് വെച്ചാൽ മതി. ഇത് റെക്ടിഫൈ ചെയ്യുന്നത് എന്ത് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് റെക്ടിഫൈ ചെയ്യുന്നത്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട്. തെറ്റെഴുതട്ടാ. മയോപ്പിയ എന്ന് പറഞ്ഞ അഥവാ ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞ സംഭവം കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് അഥവാ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞ ഈ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കണ്ട, കോൺവെക്സ് ലെൻസിന്റെയും അതുപോലെ തന്നെ കോൺകേവ് ലെൻസ്, അത് അങ്ങോട്ട് തെറ്റിപ്പോരുത്. ഏത് ഭാഗത്താണ് റെക്ടിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ലെൻസ് എന്തിനാണ് റെക്ടിഫൈ ചെയ്യുന്നതൊക്കെ നന്നായിട്ട് പഠിക്കണം. നമ്മൾ പഠിക്കുന്നത് പ്രസ്ബയോപ്പിയ എന്താണെന്ന്. ഈ ഷോർട്ട് സൈറ്റഡ്നെസ്, ലോങ് സൈറ്റഡ്നെസ് പോലെ തന്നെ ഒരു രോഗാവസ്ഥയാണ് പ്രസ്ബയോപ്പിയ. നമുക്കറിയാം വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ നിയർ പോയിന്റ് ഫോർ എ ഹെൽത്തി ഐ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആരോഗ്യമുള്ള കണ്ണിന്റെ നിയർ പോയിന്റ് എന്ന് പറഞ്ഞത് 25 സെന്റിമീറ്റർ ആണ്. അതായത് നമ്മുടെ കണ്ണും ആ ഒബ്ജക്റ്റും തമ്മിൽ 25 സെന്റിമീറ്റർ അകലത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂ. അപ്പൊ ഏറ്റവും ക്ലിയർ ആയിട്ട് കാണപ്പെടുന്ന ആ നിയർ പോയിന്റ് എന്ന് പറഞ്ഞത് 25 സെന്റിമീറ്റർ ഗ്യാപ്പിൽ വരണം. എന്നാൽ ഈ പ്രസ്ബയോപ്പിയ എന്ന് പറഞ്ഞ രോഗാവസ്ഥയുള്ള ആൾക്കാർക്ക് 25 സെന്റിമീറ്റർ കൂടുതലാണ് ഇവിടുത്തെ നിയറർ പോയിന്റ് എന്ന് പറഞ്ഞത്. ഈ 25 സെന്റിമീറ്റർ നിയറർ പോയിന്റ് കൂടുതലുള്ള ആൾക്കാരെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതിലാണത്? ലോങ് സൈറ്റഡ്നെസ്സിൽ അഥവാ ഹൈപ്പർ മെട്രോപ്പിയയിലും 25 സെന്റിമീറ്റർ മോറായിരിക്കും അവിടുത്തെ നിയറർ പോയിന്റ് നമ്മൾ പഠിച്ചു. ഈ ഒരു കാര്യം നോക്കി, ഫോർ ഓൾഡർ പീപ്പിൾ പ്രസ്ബയോപ്പിയ വരുന്നത് വളരെ ഏജ് ആയ ആൾക്കാർക്ക് മാത്രം, വാർദ്ധക്യത്തിൽ അഥവാ വയസ്സായ ആൾക്കാർക്ക് മാത്രം വരുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രസ്ബയോപ്പിയ. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? ദ ഡിസ്റ്റൻസ് ടു ദ നിയർ പോയിന്റ് മേ ബി മോർ ദാൻ 25 സെന്റിമീറ്റർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 25 സെന്റിമീറ്ററേക്കാൾ കൂടുതലാണ് ഇവിടുത്തെ നിയർ പോയിന്റ് എന്ന് പറഞ്ഞത്. ഇതെന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് ദ എഫിഷ്യൻസി ഓഫ് സീലറി മസിൽ. ഇവിടുത്തെ സീലറി മസിൽസിന്റെ എഫിഷ്യൻസി കുറയുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു രോഗാവസ്ഥ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ നമുക്ക് വരുന്നത്. സച്ച് പീപ്പിൾ ഹാവ് ലെസ് പവർ ഓഫ് അക്കോമഡേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്താന്ന്. അതായത് നമ്മുടെ കണ്ണിന്റെ എബിലിറ്റി, നമ്മുടെ സീലിയർ മസിൽസിന് ഫോക്കൽ ലെങ്ത്തും അതുപോലെ തന്നെ ലെൻസിന്റെ കർവേച്ചറും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കണ്ണിന്റെ ശേഷിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ. ഈ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ വളരെ കുറവായിരിക്കും ഈ ഒരു അവസ്ഥയിൽ. ദിസ് ഈസ് പ്രസ്ബയോപ്പിയ. അപ്പൊ പ്രസ്ബയോപ്പിയ എന്ന് പറയുമ്പോൾ 3-4 കാര്യങ്ങൾ ഓർക്കണം. വയസ്സായ ആൾക്കാർക്ക് മാത്രമാണ് ഇത് വരുന്നത്. പിന്നെ ഈ നിയറർ പോയിന്റ് എന്ന് പറഞ്ഞത് 25 സെന്റിമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാണ്? സീലിയറി മസിൽസ് അതിന്റെ എഫിഷ്യൻസി കുറയുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു രോഗാവസ്ഥ വരുന്നത്. അത്തരം ആൾക്കാർക്ക് ലെസ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ ആയിരിക്കും. പിന്നെ ഇത് പരിഹരിക്കുന്നത് ഒരു ലെൻസ് ഉപയോഗിച്ച്, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് പരിഹരിക്കുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ പരിഹരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ്. ഏതൊക്കെയാണ്? ഒന്ന് പ്രസ്ബയോപ്പിയ, അതുപോലെ തന്നെ ലോങ് സൈറ്റഡ്നെസ് അഥവാ
ഹൈപ്പർമെട്രോപ്പിയ അഥവാ ദീർഘദൃഷ്ടി എന്നറിയപ്പെടുന്ന രോഗവും കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് പരിഹരിക്കപ്പെടുന്നത്. മറ്റൊരു കാര്യമുണ്ട്, ഈ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞ അസുഖം ഏത് ഏജിലുള്ള ആൾക്കാർക്കും വരാം. എന്നാൽ പ്രസ് ബയോപ്പിയ എന്ന് പറഞ്ഞ ഈ രോഗാവസ്ഥ വാർദ്ധക്യത്തിലെത്തിയവർക്ക് അഥവാ വയസ്സായവർക്ക് മാത്രമേ വരുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ലൈറ്റ് പൊല്യൂഷൻ. Although light is essential for the survival of life on Earth, artificial light harms the natural habitat of the biosphere. നമുക്കറിയാം നമ്മുടെ ഭൂമി വാസയോഗ്യമാകണമെങ്കിൽ അഥവാ ഭൂമിയിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലൈറ്റ് എസെൻഷ്യൽ ആണ്. രണ്ട് തരം ലൈറ്റാണ് ഭൂമിയിലുള്ളത്. ഒന്ന് നാച്ചുറൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് സൺലൈറ്റ് ആണ്. അതിന് പുറമേ ഉണ്ടാവുന്ന ലൈറ്റൊക്കെ ആർട്ടിഫിഷ്യൽ ലൈറ്റാണ്. ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റാണ് നമ്മുടെ ഭൂമിയിൽ ലൈറ്റ് പൊല്യൂഷന് കാരണമാകുന്ന ഒന്ന്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ലൈറ്റ് പൊല്യൂഷൻ റെഫേഴ്സ് ടു ദ ക്രിയേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇൻ എക്സസീവ് എമൗണ്ട് ആൻഡ് ഇൻറ്റൻസിറ്റി. വളരെ കൂടിയ എമൗണ്ടിലും അതുപോലെ ഭയങ്കര ഇൻറ്റൻസിറ്റിയിലും ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ലൈറ്റ് പൊല്യൂഷന് കാരണമാകുന്നു. ഇത് എന്തിനാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഒന്ന് റീപ്രൊഡക്ഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെനി ആനിമൽസിന് അവരുടെ പ്രേ കണ്ടെത്താനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എക്സസ് ഓഫ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് അഡ്വേഴ്സ്ലി എഫക്ട് ദ നാച്ചുറൽ ആക്ടിവിറ്റീസ്, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഓഫ് ഹ്യൂമൻ. ഈ കാര്യങ്ങളിലൊക്കെ ഈ ലൈറ്റ് വിപരീതമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി എന്തൊക്കെയാണ് പൊല്യൂഷൻ്റെ കോൺസിക്വൻസസ് പഠിക്കുക. അതിൽ ചിലത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോസസ് ഡിഫിക്കൽട്ട് ഡ്യൂറിങ് നൈറ്റ് ഡ്രൈവ്. നമ്മുടെ രാത്രി കാലങ്ങളിലെ യാത്രയ്ക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് വളരെയധികം ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്നുണ്ട്. മേക്ക് ആസ്ട്രോണോമിക്കൽ ഒബ്സർവേഷൻ ഡിഫിക്കൽട്ട് ബൈ ഒബ്സ്ട്രക്റ്റിംഗ് ദ നൈറ്റ് സ്കൈ. നമ്മുടെ നൈറ്റ് സ്കൈയിലാണ് മെനി ആസ്ട്രോണോമിക്കൽ ഒബ്സർവേഷൻ നമ്മൾ റീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ നൈറ്റിലുള്ള ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇതിനൊക്കെ വിപരീതമായിട്ട് അല്ലെങ്കിൽ ഇതിലുള്ള ആ ഒരു ഒബ്സർവേഷൻ കിട്ടാൻ പറ്റാത്ത വിധം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദേശാടന പക്ഷികൾ, അവ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ലൈറ്റിന് പുറമെ വരുന്ന ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് അവരുടെ യാത്രനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അതായത് അവർ ഈ നൈറ്റിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ, രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ എന്താ പറയുക, ഈ മൾട്ടി സ്റ്റോറിയുടെ ഫ്ലാറ്റിൽ നിന്ന് വരുന്ന ലൈറ്റൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ പകലായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ ഫ്ലാറ്റിൽ നിന്നൊക്കെ വരുന്ന ലൈറ്റ് ഇവരുടെ യാത്രയെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഫോട്ടോ പീരിയോഡിസം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സർട്ടൻ കാറ്റഗറീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ബ്ലൂം, ബിയർ ഫ്രൂട്ട് ആൻഡ് ഷെഡ് ലീവ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈം ഓഫ് ദ ഇയർ. പല വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസ് ബ്ലൂം ചെയ്യുന്നത്, പൂക്കുന്നതും അതുപോലെ തന്നെ കായ്ക്കുന്നതും അതുപോലെ അവരുടെ ലീവ്സ് കൊഴിക്കുന്നതും ഒക്കെ ഒരു ഇയറിൽ പല പ്രാവശ്യമായിട്ടായിരിക്കും, പല വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും. എ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ കോൾഡ് ഫൈറ്റോക്രോം. കണ്ട, ഈ ഒരു പ്രോട്ടീൻ്റെ പേരാണ് ഈ ഫൈറ്റോക്രോം എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ. എവിടെയാണ് ഫൗണ്ട് ചെയ്യുന്നത്? ലീവ്സിലാണ്. പ്ലാന്റ്സിൻ്റെ അഥവാ ട്രീസിൻ്റെ ലീവ്സിൽ കാണപ്പെടുന്ന ഒരു തരം പ്രോട്ടീനാണ് ഫൈറ്റോക്രോം. കൺട്രോൾസ് ദിസ് ബയോളജിക്കൽ ക്ലോക്ക്. ഈ ബയോളജിക്കൽ ക്ലോക്കിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ഫൈറ്റോക്രോം എന്ന് പറഞ്ഞ പ്രോട്ടീൻ. പരീക്ഷയ്ക്ക് ചോദിക്കട്ടാ, ഈ ഒരു ബയോളജിക്കൽ ക്ലോക്ക് നിയന്ത്രിക്കുന്ന പ്രോട്ടീൻ്റെ പേരെന്താണ്? ഫൈറ്റോക്രോം. ഇത് എവിടെ ഫൗണ്ട് ചെയ്യുന്നു? ലീവ്സിലാണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. The phytochrome controls this mechanism by identifying the amount of sunlight received in each season. ഈ ഫൈറ്റോക്രോം എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്? അവയ്ക്ക് ഓരോ സീസണിൽ ലഭിക്കുന്ന സൺലൈറ്റിൻ്റെ തോതനുസരിച്ചിട്ടാണ് ഇവ ഈ കാര്യങ്ങളൊക്കെ, ഈ ബയോളജിക്കൽ ക്ലോക്കിനൊക്കെ നിയന്ത്രിക്കുന്നത്. ഈ ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ പീരിയോഡിസം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. The fact that the leaves on the branches of a tree growing near a street lamp, ഒരു സ്ട്രീറ്റ് ലാമ്പിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു ട്രീക്ക് എത്രമാത്രം സൺലൈറ്റ് ആണ് അതിൽ ഫോൾ ചെയ്യുന്നതെന്ന് അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ സ്ട്രീറ്റ് ലാമ്പിൽ നിന്ന് വരുന്ന ലൈറ്റും അവിടെ ഫോൾ ചെയ്യുന്നുണ്ട്, സൺലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റും ആ ലീവ്സിൽ ഫോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോട്ടോ പീരിയോഡിസത്തിനെ ഇത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യണം. ഈ സ്ട്രീറ്റ് ലാമ്പ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സോഴ്സ് അല്ല, ആണോ? സൺലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ആണോ? അല്ല, അതൊരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് ലീവ്സിലേക്ക് വീഴുന്ന ലൈറ്റും സൺലൈറ്റിൽ നിന്ന് വീഴുന്ന ലൈറ്റും ഒക്കെ ആകെ ഇവയ്ക്ക് വ്യത്യസ്തമായിട്ട് തോന്നും. അപ്പോൾ ഈ ഒരു ഫോട്ടോ പീരിയോഡിസത്തിനെ ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ് പൊല്യൂഷൻ്റെ കാര്യങ്ങൾ പഠിക്കുക, ഇവിടുത്തെ ഒരു പ്രോട്ടീൻ്റെ പേര് പഠിക്കുക, അത് എവിടെ കാണപ്പെടുന്നു, എന്ത് രീതിയിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബയോളജിക്കൽ ക്ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൂടി പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം.